ഹായ് ഓൾ, വെൽക്കം ടു ASLP മോമി. നിങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടാകും ഫാജ് ഫാസിൽ അദ്ദേഹത്തിൻ്റെ 41ാമത്തെ വയസ്സിൽ ഡയഗ്നോസ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ADHD എന്നൊരു കണ്ടീഷനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ പോലെ വലിയൊരു സെലിബ്രിറ്റി ഇതുപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൂടി അത് തുറന്നു പറഞ്ഞത് വഴി ഒരുപാട് അവയർനെസ് ഇതുമായി ബന്ധപ്പെട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു പോപ്പുലേഷനിലേക്ക് ADHD പറ്റി എത്തിക്കാൻ വേണ്ടി പറ്റി. അപ്പം ഈ ഒരു ADHD എന്ന് പറഞ്ഞ കണ്ടീഷൻ വളരെയധികം നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്ന ഒന്നായതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ തുറന്നു പറഞ്ഞത് വഴി ഒരുപാട് ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവണം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ADHD പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടാണ്. നമ്മൾ ഇതിന് മുന്നേയും വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയി ഇതിൻ്റെ സിംറ്റംസ് മുതിർന്ന ആൾക്കാരിലും കാണുമോ, പഠനത്തെ ബാധിക്കുമോ, എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്, അത്തരം കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ പോകുന്നു. അതേപോലെ ഞങ്ങളുടെ ഓൺലൈൻ സർവീസസ് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലോ അല്ലെങ്കിൽ www.rethinkrehab.in സന്ദർശിക്കുകയോ ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണ് ADHD? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചൈൽഡ്ഹുഡ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണ്. ADHD ഉള്ള ഒരാളിൽ അവർക്ക് അടങ്ങിയിരിക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട്, അതേപോലെ സെൽഫ് കൺട്രോൾ അതുമായൊക്കെ ബന്ധപ്പെട്ട ബ്രെയിൻ ഏരിയാസിൻ്റെ ആക്ടിവിറ്റിയിലും ഡെവലപ്മെൻറ്റിലും ഡിഫറൻസസ് ഉണ്ടാകും. ADHDക്ക് 3 കോമ്പണൻസ് ആണുള്ളത്: ഹൈപ്പർ ആക്ടിവിറ്റി, ഇൻഅറ്റൻഷൻ ആൻഡ് ഇമ്പൾസിവിറ്റി. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആ പേരിലുള്ള പോലെ തന്നെ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരിക്കും, ഈസിലി ബോർഡ് ആയിരിക്കും ഇത്തരം കുട്ടികൾ. അതായത് അവർക്ക് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഇനി അവർ അടക്കി ഇരുത്തിയാൽ തന്നെ അവിടുന്ന് അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ഭയങ്കര ഫിഡ്ജറ്റി ആയിരിക്കും, വെറുതെ ഓടിക്കൊണ്ടിരിക്കുക, ചാടുക, വെറുതെ എവിടെയെങ്കിലുമൊക്കെ വലിഞ്ഞു കയറുക. അപ്പം ഇത്തരം കുട്ടികൾ ഭയങ്കരമായിട്ട് കെയർലെസ് മിസ്റ്റേക്സ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കുട്ടികളെ അനുസരണക്കേടാണ്, പറഞ്ഞാൽ അനുസരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ടാബു ചെയ്യാറുമുണ്ട്. രണ്ടാമത്തെ കോമ്പണൻ്റ് ആണ് ഇൻഅറ്റൻഷൻ. പേര് പോലെ തന്നെ അവർക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഇവർ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമായിരിക്കും. അവരെ കോൺസെൻട്രേഷനൊക്കെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. മൂന്നാമത്തെ കോമ്പണൻ്റ് ആണ് ഇമ്പൾസിവിറ്റി. ഇമ്പൾസിവിറ്റിനെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചിന്തിക്കാതെ കാര്യങ്ങൾ പറയുന്നവരായിരിക്കും ഇത്തരക്കാർ. അതായത് ഇവർക്കൊരു ക്വസ്റ്റ്യൻ ഇവരോട് ചോദിക്കുകയാണെങ്കിൽ അത് മുഴുവനായിട്ടും കേട്ടിട്ട് ആൻസർ പറയാനുള്ള ഒരു ക്ഷമ ഇവർക്ക് ഉണ്ടാവില്ല. അതിന് മുന്നേ ആൻസർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. എക്സാം ഹോളിൽ സംഭവിക്കുന്നത് അത് തന്നെയാണ്. ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് വായിച്ച് കഴിയും മുന്നേ ആൻസർ എഴുതി തുടങ്ങിയിട്ടുണ്ടാകും. നമ്മൾ അവരോട് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പറയുകയാണെങ്കിൽ അവർക്ക് അത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പറഞ്ഞു തീരുന്നത് വരെ കേട്ടിരിക്കാനുള്ള ക്ഷമ ഉണ്ടാവില്ല, പെർമിഷന് വേണ്ടി കാത്തു നിൽക്കാനുള്ള ക്ഷമ ഉണ്ടാവില്ല. അത്തരം ഇമ്പൾസീവ് ബിഹേവിയേഴ്സ് ഇത്തരം കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. നമ്മൾ ഇത്തരം കുട്ടികളെ ബഹുമാനമില്ലാത്തവരെന്നും അനുസരണക്കേട് കാണിക്കുന്ന കുട്ടികളെന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെയും അവർ ADHD എന്ന് പറഞ്ഞ കണ്ടീഷനുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. വേറെ ഫീച്ചേഴ്സ് ഇവർ കാണിക്കാറുണ്ട്. അതായത് ബിഹേവിയറൽ പ്രോബ്ലംസ് ഇവർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകും. അതായത് ഭയങ്കര ദേഷ്യമായിരിക്കും, മൂഡ് ചേഞ്ചസ് ഭയങ്കരമായിരിക്കും, അതേപോലെ മറവി കൂടുതലായിരിക്കും. സ്കൂളിലൊക്കെ പോയി വരികയാണെങ്കിൽ പെൻസിൽ ഉണ്ടായ റബ്ബർ ഉണ്ടാവില്ല, റബ്ബർ ഉണ്ടായ പെൻസിൽ ഉണ്ടാവില്ല എന്നൊരവസ്ഥയായിരിക്കും. എല്ലാം മറക്കും. ADHD പഠന വൈകല്യമാണ്. ഒരിക്കലും ADHD പഠന വൈകല്യമല്ല. പക്ഷേ ADHD ഉള്ള കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ലേണിംഗ് പ്രോബ്ലംസ്. കാരണം അവർക്ക് ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്ന് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള, ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതേപോലെ ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട്, കാര്യങ്ങൾ മറന്നു പോകുന്നത്, വളരെ ടൈനി ഡീറ്റെയിൽസിലേക്ക് പോലും ശ്രദ്ധ കൊടുക്കുന്നത്, ഇതെല്ലാം തന്നെ ഓവറോൾ അഫക്റ്റഡ് ആയതുകൊണ്ട് അവരുടെ റീഡിങ്ങിനെയും റൈറ്റിങ്ങിൻ്റെയും മാത്സിൻ്റെ എബിലിറ്റിയും ഒക്കെ തന്നെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓവറോൾ അവർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയെ ഈ ഒരു ADHD വളരെയധികം ബാധിക്കും. എന്താണ് ADHDയുടെ ട്രീറ്റ്മെൻറ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡർ ആണ്. പക്ഷേ ചൈൽഡ്ഹുഡിൽ ഇത് ട്രീറ്റ് ചെയ്യാതെ പെടാതിരിക്കുമ്പോൾ ഇത് അഡൽട്ട്ഹുഡിലേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യാതെ ഇട്ടിട്ട് നമ്മൾ ആ കുട്ടികളെ അനുസരണക്കേട്, പറഞ്ഞാൽ കേൾക്കില്ല, ബഹുമാനമില്ലാത്ത കുട്ടികൾ, അങ്ങനത്തെ ഒക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഇതൊക്കെയും അവരുടെ ഒരു ഓപ്പോസിഷണൽ ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് നമ്മൾ എന്ത് പറഞ്ഞാലും പിന്നെ അവർ ചെയ്യില്ല, അതൊരു ബിഹേവിയറായിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നതിന് മുന്നേ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് ആണ് ബിഹേവിയറൽ തെറപ്പി. അതായത് ഇത്തരം കുട്ടികളിൽ കാണപ്പെടുന്ന ബിഹേവിയറൽ പ്രോബ്ലംസ്, ഈ ഫോർഗെറ്റ്ഫുൾനെസ്, അഗ്രസീവ് ബിഹേവിയർ, മൂഡ് ചേഞ്ചസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിഹേവിയറൽ തെറപ്പി കൊടുക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തേതാണ് ഒക്കുപേഷണൽ തെറപ്പി. ഒക്കുപേഷണൽ തെറപ്പി അവരെ ഹൈപ്പർ ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ഡെയിലി ലൈഫിൽ വരുന്ന ആക്ടിവിറ്റീസ്, അതിൽ വേണ്ട ശ്രദ്ധ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്ക്
കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒക്കുപേഷണൽ തെറപ്പി കൊടുക്കുന്നത്. ഇനി ഇത്തരം കുട്ടികൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ. അങ്ങനെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ ഉണ്ടെങ്കിൽ അത്തരം കുട്ടികൾക്ക് സ്പീച്ച് തെറപ്പിയും ആവശ്യമായിരിക്കും. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് പേരൻസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സപ്പോർട്ട്. അതായത് പേരൻസ് കൃത്യമായി ADHD എന്താണെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ബിഹേവിയേഴ്സ് എന്നും സിംറ്റംസ് എന്നൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. എല്ലാ തെറപ്പി സെഷൻസിലും പേരൻറ്റ് പ്രസൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ പേരൻറ്റിന് വേറെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഒരു സപ്പോർട്ടിംഗ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെയധികം ഉപകാരം ചെയ്യും. അതേപോലെ മിക്ക പേരൻസും മടിക്കുന്ന ഒരു കാര്യമാണ് ADHDനെ പറ്റി കുട്ടിയോട് ഓപ്പൺലി സംസാരിക്കാൻ മടിക്കുന്നത്. പക്ഷേ നമ്മൾ കുട്ടിയുടെ അടുത്ത് ഓപ്പൺലി സംസാരിക്കണം. ഓപ്പൺലി സംസാരിക്കുന്ന സമയത്ത് ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസിൽ സ്ട്രെസ് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും നെഗറ്റീവ്സിൽ മാത്രം ഫോക്കസ് ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തെറപ്പീസൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. മുതിർന്നാലും ADHD വരുമോ? കുട്ടിക്കാലത്ത് ഉള്ള ADHD ട്രീറ്റ് ചെയ്യപ്പെടാതെ ഇരിക്കുന്നത് കൊണ്ടാണ് മുതിർന്നാലും അതിൻ്റെ ഫീച്ചേഴ്സ് കാണിക്കുന്നത്. അപ്പം കുട്ടികളിൽ കാണുന്നത് പോലെ ആയിരിക്കില്ല മുതിർന്ന ആൾക്കാരിൽ ADHD കാണിക്കുന്നത്. അവരിൽ കുറച്ചും കൂടി ഹൈപ്പർ ആക്ടിവിറ്റി കൺട്രോൾ ആയിട്ടുണ്ടാകും. പകരം അവരുടെ ഇമ്പൾസിവിറ്റിയും ഇൻഅറ്റൻഷൻ കോമ്പണൻ്റ് ആയിരിക്കും കുറച്ചും കൂടിയും മുന്നോട്ടേക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഡെയിലി ലൈഫിൽ അവർ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകും. അവർ മെയിനായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അവർക്കൊരു കാര്യം പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഒരു ആക്ടിവിറ്റി തീരുന്നത് വരെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, മീറ്റിംഗ്സ് മറന്നു പോകുന്നത്, ഡെഡ് ലൈൻസ് മറന്നു പോകുന്നത്, ഒരു ക്യൂവിൽ വെയിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ട്രാഫിക്കിൽ വെയിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, മൂഡ് സ്വിങ്സ്, ഭയങ്കരമായിട്ട് പെട്ടെന്ന് ദേഷ്യം വരാ, പെട്ടെന്ന് സങ്കടം വരാ, അങ്ങനെ മൂഡ് സ്വിങ്സ്, ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്തത്, ഇതെല്ലാം തന്നെ ഈ ഒരു ADHDയുമായി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓവറോൾ അവരുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയും ഡെയിലി ലൈഫിനെയും ബാധിക്കുന്നു, ഫാമിലി ലൈഫിനെ ബാധിക്കുന്നു. അപ്പോൾ അവർ ഡെയിലി ലൈഫ് സ്ട്രഗിൾ ചെയ്യപ്പെടുന്നത് വരെ അത് അവർ തിരിച്ചറിയുന്നില്ല. തങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ADHD ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ അവർക്ക് ഒരുപാട് സമയമെടുക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഫാസ്റ്റിലും ഒരുപാട് ലേറ്റ് ആയത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ADHDനെ പറ്റി പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ട സ്ഥിതിക്ക് ഇനി മുതൽ ഇത്തരം കുട്ടികളെ കാണുന്ന സമയത്ത് അനുസരണ ഇല്ലാത്തതാണ്, കുരുത്തക്കേടാണ്, നല്ല അടി കൊടുക്കാത്തത് കൊണ്ടാണ് ഇത്തരം കമൻസ് ഒന്നും പാസ് ചെയ്യാൻ നിൽക്കരുത്. സോ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ ബൈ.